പിന്നെ എക്കോ എന്ന മൂവി കണ്ടു. കിടിലം പടം. വേറൊന്നിനെ കുറിച്ച് പറയേണ്ടതില്ല. അത്രയും സൂപ്പർബായിട്ട് വെൽ റിട്ടൺ ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ആണ്. ആൻഡ് ഈ പടത്തിന് പോകാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഫ്രം ദ മേക്കേഴ്സ് ഓഫ് കിഷ്കിന്ധാകാന്ഡ് കണ്ടതുകൊണ്ട് തന്നെയാണ്. ആ ഒരു ട്രയോ ലൈക്ക് ഡിഞ്ചി തയ്യത്താനും ഡയറക്ടർ, അതുപോലെ തന്നെ ബാഹുൽ രമേശിന്റെ റൈറ്റിങ്ങും, അതുപോലെ DOP ആൻഡ് മുജീബ് മജീദിന്റെ കമ്പോസിഷൻ. കിടിലം കോമ്പിനേഷൻ അവർ മൂന്നുപേരും. കിഷ്കിന്ധാകാന്ഡ് തന്നെ തിയേറ്ററിൽ കണ്ടിട്ട് അങ്ങനെ എക്സൈറ്റ്മെന്റ് ലൈക്ക് ഗൂസ് ബംസിന്റെ പീക്ക് ആയിരുന്നു ആ സമയത്ത് തിയേറ്ററിൽ. ആൻഡ് ആ ഒരു ലെവല് കിഷ്കിന്ധാകാന്ഡ് എക്സെപ്റ്റ് ചെയ്തു പോകരുത്. ബട്ട് കിടിലം പടം. ഒരു വെൽ റിട്ടൺ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീറ്റിൽ പിടിച്ചിരുത്തും. ലൈക്ക് ഒരു സീൻ പോലും ലാഗടിക്കാതെ നമുക്ക് ആ ഒരു മിസ്റ്ററി തന്നുകൊണ്ട് തന്നെ നമ്മളങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഓരോ സീൻസ് കഴിയുമ്പോഴും നമുക്ക് കുറെ പേരെ കൺഫ്യൂഷൻസും ഇതൊക്കെ തന്ന് കുറെ ദുരൂഹതകൾ തന്ന് അത് ചുരുളഴിച്ച് വരുന്നൊരു കിടിലൻ ചിത്രമായിരുന്നു. ആൻഡ് ആസ് എ സെഡ് ഇതിൽ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് ഡിഞ്ചു തയ്യാറാണ്. അപ്പോൾ പുള്ളിക്കാരന്റെ കിഷ്കിന്ധാകാന്ഡ് കണ്ടാൽ തന്നെ മനസ്സിലാവും ആൾക്ക് ഈ ഒരു ത്രില്ലർ ഏരിയയിൽ പുള്ളിക്കാരന്റെ കഴിവ് എന്താന്നുള്ളത്. ആൻഡ് ഹീ ഡിഡ് ഇറ്റ് അഗൈൻ തന്നെ പറയാം. കിഡിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ എഴുതിയിട്ടുള്ളത് ബാബുൽ രമേശാണ്. അപ്പൊ പുള്ളിക്കാരൻ ഈ പറഞ്ഞ പോലെ കേരള ക്രൈം ഫയൽസ് സീസൺ 2 പുള്ളിക്കാരൻ എഴുതിയത്, അതുപോലെ കിഷ്കിന്ധാകാന്ഡും പുള്ളിക്കാരൻ തന്നെ എഴുതിയത്. പുള്ളിക്കാരൻ ഇതൊരു അനിമൽ ട്രയോളജി ലൈക്ക് നമ്മളെ വെഞ്ചൻസ് ട്രിലോജി ഒക്കെ പോലെ തന്നെ ഒരു അനിമൽ ട്രിലോജിയാണ് ട്രൈ ചെയ്തത്. ആൻഡ് ഇത് അതിന്റെ ഫൈനൽ ചാപ്റ്റർ ആണ്. സോ ഈ കണക്റ്റഡ് ആയ ട്രിലോജി അല്ല, ഈ ഒരു അനിമലിനെ ബേസ് ചെയ്തിട്ടുള്ള 3 സ്റ്റോറി എന്നുള്ള നിലക്കാണ് ഈ 3 ചിത്രം വരുന്നത്. അങ്ങനെ അനിമൽ ട്രിലോജിന്റെ ഫൈനൽ ചാപ്റ്റർ ആണിത്. ആൻഡ് ഗംഭീര റൈറ്റിംഗ് ആയിരുന്നു. ഒരു സ്ക്രീൻ പ്ലേയിലൊക്കെ കിട്ടിയില്ല. ഞാൻ പറഞ്ഞില്ല, ഒരു DOP കൂടി പുള്ളിക്കാരനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആൾ എഴുതി വെച്ചത് ഒക്കെ എങ്ങനെ കാണണം, എങ്ങനെയാണ് ആ കഥാപാത്രത്തിനെ പ്ലേസ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ അറിയണോണ്ട് തന്നെ ഓരോ ഷോട്ട്സും കിഡിലനായിരുന്നു. ഈ DOP ഒക്കെ ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. കിഷ്കിന്ധാകാന്ഡത്തിന് എസ്പെഷ്യലി DOP ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ. സെയിം ഇതിലും റിപ്പീറ്റഡ് ആ സംഭവം തന്നെ പുള്ളിക്കാരൻ അടിപൊളി ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് പറയാനുള്ളത് മുജീബ് മജീദിനെ കുറിച്ചാണ്. പുള്ളിക്കാരൻ കിഷ്കിന്ധാകാന്ഡത്തിൽ നിന്നുള്ള മ്യൂസിക് എന്ന് പറഞ്ഞാൽ പീക്കായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. തിയേറ്ററിൽ നല്ലോണം നമുക്ക് ആ ഒരു മൂവിക്ക് ഒരു ഭയങ്കര സപ്പോർട്ട് ചെയ്ത മ്യൂസിക്. ആ ഒരു വേറൊരു ലൈക്ക് തിയേറ്ററിൽ ഭയങ്കരമായിട്ട് നമ്മൾ ആ ഒരു സിനിമയ്ക്ക് ഭയങ്കരമായിട്ട് പിടിച്ചു നിർത്തുന്ന ഒരു മ്യൂസിക്കാണ് അതിലുണ്ടായിരുന്നത്. ആ ഒരു ക്ലൈമാക്സിലൊക്കെ കിട്ടിയിരുന്നത്. ഇതിലും അതുപോലെ തന്നെ ആ ലെവലില്ലെങ്കിൽ പോലും കിട്ടില്ല മ്യൂസിക് കമ്പോസിഷൻ ആയി വെച്ചിട്ടുള്ളത്. ആൻഡ് ക്ലൈമാക്സിലൊക്കെ ഇട്ടിട്ടുള്ള BGMs ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് പറയാനുള്ളത് പെർഫോമൻസ്. കാസ്റ്റ് ലിസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സന്ദീപ് പ്രദീപ്, ബിനു പപ്പു, അശോകേട്ടൻ, അതുപോലെ തന്നെ വിനീതേട്ടൻ, അതുപോലെ തന്നെ പിന്നെ ഒരു എനിക്ക് തോന്നുന്നു മലേഷ്യക്കാരിയാണ് തോന്നുന്നത്, ബയാന മമ്മി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രായമായിട്ടുള്ളൊരു മലേഷ്യൻ സ്ത്രീയാണെന്ന് തോന്നുന്നത്. ഇതില് മലേഷ്യൻ സ്ത്രീയാണ് ഈ ഒരു സിനിമയിൽ. ആള് ശരിക്കും മലേഷ്യക്കാരിയാണെന്ന് അറിയില്ല. അങ്ങനെ അത്യാവശ്യം ആക്ടിങ് ഈ പറഞ്ഞ പോലെ തന്നെ ഇവരൊക്കെ ഈ നരേന് ഇവരൊക്കെ നല്ല ആക്ടേഴ്സ് ആണല്ലോ. ഇവരെ പെർഫോമൻസുകൾ എല്ലാവരും ഒന്നിനൊന്ന് മെച്ചത്തിലായിരുന്നു. ആൻഡ് സന്ദീപ് പ്രദീപ് തീരെ തന്നെ ഇപ്പൊ പടക്കളായാലും ഇതായാലും ഒക്കെ ആലപ്പുഴ ചിങ്കാനായാലും പുള്ളിക്കാരൻ പെർഫോമൻസിൽ ഇപ്പൊ കിടിലായി വരുന്നോണ്ടിരിക്കുന്നുണ്ട്. എസ്പെഷ്യലി പടക്കളം കണ്ടപ്പം അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിരുന്നു. ആൻഡ് ഈ മൂവിയിലും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇപ്പത്തെ മറ്റ് ഈ പുള്ളിക്കാരന്റെ ഏജിൽപ്പെട്ട നടന്മാരിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളതാണ് സന്ദീപ് പ്രദീപാണ്. കാരണം ബാക്കിയുള്ളവരൊക്കെ അവരുടെ അഭിനയത്തിൽ ഭയങ്കര റിപ്പീറ്റഡ്നെസ് വന്നിരുന്നു. സ്ഥിരം ഡയലോഗ് ഡെലിവറി സ്റ്റൈല്, സ്ഥിരം പെർഫോമൻസുകൾ ഉള്ളിടത്ത് ഇയാള് വളരെ വ്യത്യസ്ത രീതിക്കാണ് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത്. ഭയങ്കര വ്യത്യസ്തത അല്ലെങ്കിൽ പോലും ഭയങ്കര റിപ്പീറ്റഡ് ആയിട്ടുള്ള ഫീല് വരുന്നില്ല. ആ ഒരു വ്യത്യസ്തത കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ നല്ലോണം ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നല്ലോണം മനസ്സിലാവും. ആൻഡ് ഇതിലെ പെർഫോമൻസ് എനിക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അതുപോലെ തന്നെ അശോകേട്ടന്റെ പെർഫോമൻസ് അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചിലപ്പോൾ എല്ലാവർക്കും ആ ഒരു ക്യാരക്ടർ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല. ആ അപ്പൂട്ടി എന്നാണ് ആ ക്യാരക്ടറിന്റെ പേര്. ഭയങ്കര രസമായിരുന്നു. എനിക്ക് ആ ഒരു ക്യാരക്ടർ ഭയങ്കരമായിട്ട് ഞാൻ നോട്ടീസ് ചെയ്ത് ആളുടെ പെർഫോമൻസ്. നമുക്കിങ്ങനെ ആ പെർഫോമൻസ് കണ്ട് ഇങ്ങനെ ഇരുന്ന് പോകാൻ തോന്നും. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തത്. ആൻഡ് നമ്മുടെ സന്ദീപിന്റെ ക്യാരക്ടറിന്റെ പേര് പിയൂസ് എന്നാണ്. ഒരു ഈ മലേഷ്യൻ ഞാൻ പറഞ്ഞ ഒരു ബൈനമോമി എന്ന് പറഞ്ഞ പുള്ളിക്കാർ ചെയ്യുന്നൊരു ക്യാരക്ടർ ഉണ്ട്, മലാത്തി ചേട്ടത്തി പറഞ്ഞിട്ട്. ആ ആളുടെ കേട്ടേക്ക് ചെയ്യുന്നൊരു ഹോം നേഴ്സ് പോലെ ചെറുക്കനാണ് ഈ പിയൂസ്. അതുപോലെ തന്നെ അപ്പുട്ടി എന്ന് പറയുന്നത് ആ നാട്ടിലെ ഒരു ഈ പറഞ്ഞ പോലെ ഇതൊരു കുന്നിന്റെ മേലെയാണ് ഈ ഒരു മലാത്തി ചേട്ടത്തി താമസിക്കുന്നത്. അപ്പൊ അവിടേക്ക് പോകുന്നൊരു ജീപ്പ് ഡ്രൈവറാണ് ഈ അപ്പുട്ടി എന്ന ക്യാരക്ടർ. ഈ പടത്തിന്റെ പിന്നെ വരുന്ന കാസ്റ്റ് പറഞ്ഞ വിനീതേട്ടത്തിൽ ഒരു മോഹൻ പോത്ത് എന്നൊരു ക്യാരക്ടർ ആയിരുന്നത്. അതുപോലെ തന്നെ സൗരഭ് സച്ദേവാണ് ഇതിൽ കുര്യച്ചൻ റോൾ ചെയ്യുന്നത്. ആൻഡ് പേര് തന്നെ ഉണ്ട്, എക്കോ ഫ്രം ദ ഇൻഫിനിറ്റ് ക്രോണിക്കിൾസ് ഓഫ് കുര്യച്ചൻ എന്ന് പറഞ്ഞിട്ട്.
അപ്പോ ഇത് കുര്യച്ചൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിന്റെ ലൈക്ക് അയാൾ മിസ്സിംഗ് ആണ്. കുറെ ഒരു എനിക്ക് തോന്നുന്നു ഒരു 6-7 വർഷമായിട്ട് മിസ്സിംഗ് ആണ്. അപ്പൊ പുള്ളിക്കാരനെ അന്വേഷിച്ച് പല ആളുകളും വരുന്നതും അപ്പോൾ ആളെവിടെയാണ് ആളുടെ ചുറ്റിപ്പറ്റിയുള്ള കഥകളും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് പോകുന്നത്. ഈ ആളിനെ കുറിച്ചുള്ള അന്വേഷണമാണ് ഇതിൽ ഈ ചിത്രം മൊത്തം. ഈ കുര്യച്ചൻ നമ്മളല്ലേ സൗരഭ് സച്ചിദേവാണ് ആ റോൾ ചെയ്യുന്നത്. ആൻഡ് ഈ കുര്യച്ചന്റെ വൈഫാണ് ഇതിൽ മലാത്തി ചേട്ടത്തി. അപ്പൊ കുര്യച്ചന് കുറെ ഭാര്യമാരൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കുറെ സ്റ്റോറികൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. ആൻഡ് ഈ കുര്യച്ചന് കുറെ ഈ പറഞ്ഞ പോലെ ഒരു ഡോഗ് ട്രെയിനറാണ് പുള്ളിക്കാരി. ക്രോസ് ബ്രീഡൊക്കെ ചെയ്തിട്ട് ഡോഗിനെ ബ്രീഡ് ചെയ്യലും ഈ പോലീസുകാർക്കും ഡോഗ് സ്ക്വാഡിനൊക്കെ ഡോഗിനെ കൊടുക്കലും വാങ്ങലൊക്കെയാണ് പുള്ളിക്കാരന്റെ ബിസിനസ് എന്ന് പറയുന്നുണ്ട് ഇതില്. അങ്ങനെ ഇയാളെങ്ങനെ മിസ്സായി, എന്തിനു മിസ്സായി, ഇയാൾക്ക് പല ശത്രുക്കളും ഉണ്ട്, ശത്രുക്കൾ ഇയാളെ കൊല്ലാൻ നടക്കുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള ഒരു അന്തരീക്ഷമാണ് അവിടെ ഉള്ളത്. അപ്പൊ ഈ മലാത്തി ചേട്ടത്തിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതൊക്കെ വേണ്ടിയിട്ട് പുള്ളിക്കാർക്ക് സപ്പോർട്ടിനാണ് ഈ ഒരു ഹോം നേഴ്സിനെ അവരെ മക്കള് ഈ പുള്ളിക്കാർക്ക് 2 മക്കളുണ്ട്. ആ മക്കള് ഈ പിയൂസ് എന്ന് പറഞ്ഞ നമ്മൾ സന്ദീപിനാണ് നിർത്തിയിട്ടുള്ളത്. പിന്നെ അവിടെ ഈ കുറെ ഈ എന്താ പറയാ മലേഷ്യയിൽ നിന്ന് വന്ന കുറച്ച് പട്ടികളൊക്കെ ഉണ്ട് ഈ ഒരു കുന്നിന്റെ ഇവർക്ക് പ്രൊട്ടക്ഷൻ ആയിട്ട്. അങ്ങനെ ഇതാണ് കഥാപശ്ചാത്തലം. അപ്പൊ ഈ കുര്യച്ചന്റെ പഴയകാല സുഹൃത്തായിട്ടാണ് ഇതിൽ വിനീതേട്ടന്റെ റോള്, മോഹൻ പോത്ത് എന്ന ക്യാരക്ടർ. അപ്പോൾ പുള്ളിക്കാരൻ ഇതേപോലെ തന്നെ മിസ്സിംഗ് ആയിട്ടുള്ള ഈ കുര്യച്ചൻ അന്വേഷിച്ച് മോഹൻ പോത്തിന് വരുന്നതൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. അങ്ങനെ പറയണ ഇതാണ് കഥാപശ്ചാത്തലം. നരനും തന്നെ ഇങ്ങനെ കുര്യച്ചൻ അന്വേഷിച്ച് വരുന്ന ഒരു റോൾ തന്നെയാണ്. അപ്പൊ ഈ ഒരു കുര്യച്ചൻ അന്വേഷിച്ചിട്ട് പുള്ളിക്കാരൻ എവിടെയാണ് എവിടെ പോയി എന്ത് പറ്റി എന്നൊക്കെ അന്വേഷിച്ചിട്ടുള്ള ഒരു രീതിക്കാണ് ഈ കഥ പോകുന്നത്. ആൻഡ് ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല, ജസ്റ്റ് ഗോ ആൻഡ് എക്സ്പീരിയൻസ് എന്ന് പറയുള്ളൂ. തിയേറ്ററിൽ നിന്ന് മിസ്സാക്കരുത്. കാസ്റ്റ് ലിസ്റ്റ് പോരാന്നൊക്കെ തോന്നിയിട്ട് പോകാതെക്കരുത്. കാരണം കിട്ടില്ല ഒരു എക്സ്പീരിയൻസ് ആണ്. ഈ ഒരു ഇയറിൽ ഞാൻ കണ്ടതിൽ എനിക്ക് തോന്നുന്നത് ബെസ്റ്റ് ഇതാണെന്ന് തോന്നുന്നു. ഈ ഒരു ഇയറിൽ കിടിലനാണ്. പോയി കണ്ടു നോക്കാം. എന്തായാലും കണ്ടു നോക്കാന്നേ പറയുള്ളൂ. കിഷ്കിന്ധാകാന്ഡം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതെന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾ കിഷ്കിന്ധാകാന്ഡത്തിന്റെ ലെവൽ എക്സ്പീരിയൻസ് കിട്ടുമെന്ന് വിചാരിച്ച് പോകാതെ ജസ്റ്റ് പോയി കണ്ടു നോക്കുക. ഇഷ്ടപ്പെടാനാണ് സാധ്യത കൂടുതൽ. അപ്പൊ ഈ സിനിമ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ്സ് അറിയിക്കുക. കാണാത്തുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പോയി കാണുക. നിങ്ങളെ അഭിപ്രായം കമന്റ്സ് അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീണ്ടും കാണാം. ബൈ.